നമസ്കാരം. ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കണതിൻ്റെ വിധി എങ്ങനെയാണ്? ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണം വയ്ക്കേണ്ട എണ്ണം എത്രയാണ്? ഇതിലൊക്കെ പലർക്കും പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ വിഷയവും നമ്മൾ സമീപിക്കുമ്പോൾ ഒന്ന് പാരമ്പര്യമായി അല്ലെങ്കിൽ പൂർവികമായിട്ട് പ്രദക്ഷിണം വയ്ക്കാൻ പറഞ്ഞിട്ടുള്ള വിധികളും നിയമങ്ങളും ഒന്ന്. ആ നിയമങ്ങളും വിധികളും സമ്പ്രദായങ്ങളും ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് പറ്റും എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം പഴയ കാലത്തെ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വളരെയധികം തിരക്കാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ പൂർണ്ണമായും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുടെ അല്ലെങ്കിൽ ആ സംശയങ്ങൾക്കുള്ളൊരു വിശദീകരണം നൽകാൻ ഞാൻ എൻ്റേതായ കാഴ്ചപ്പാടിൽ ഒന്ന് ശ്രമിക്കുകയാണ്. ഒന്ന്, എന്തിനാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്? പ്രദക്ഷിണം എന്നത് പൂർവിക കാലം മുതൽക്ക് തന്നെ നമ്മളൊരാളോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നതിന് ചെയ്യുന്നൊരു ചടങ്ങാണ്. ഇപ്പോൾ ഗുരുനാഥന്മാരെ പ്രദക്ഷിണം വയ്ക്കുക, മാതാപിതാക്കളെ പ്രദക്ഷിണം വയ്ക്കുക, അതുപോലെ തന്നെ സന്യാസിമാരെ പ്രദക്ഷിണം വയ്ക്കുക, ഇതൊക്കെ പണ്ട് മുതലേ നടപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രാജാവ്, നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ പ്രദക്ഷിണം വയ്ക്കുക, ഇതൊക്കെ പണ്ട് മുതലേ നടപ്പുള്ള കാര്യമാണ്. ഒരു വിശിഷ്ടനായിട്ടുള്ള അതിഥികൾ വളരെ വിശിഷ്ടനായിട്ടുള്ള അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതൊക്കെ പണ്ട് മുതലേ നടപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മുരുകനും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും തമ്മിൽ ഒരു പന്തയം വന്നു. ആ പന്തയത്തിൽ ഒരു പഴം കിട്ടാൻ വേണ്ടിയിട്ട്, ആ പഴം ആർക്കാണോ കൊടുക്കേണ്ടതെന്നുള്ള തർക്കം വന്നപ്പോൾ രണ്ടുപേരോട് ലോകം ചുറ്റി വരാൻ പറഞ്ഞു. ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവർക്ക് ഈ പഴം കൊടുക്കാം എന്ന് ശിവപാർവതിമാർ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് മുരുകൻ മയിലിൻ്റെ പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റാൻ പോയതായിട്ടും ഗണപതി ഭഗവാൻ തൻ്റെ മാതാപിതാക്കളായിട്ടുള്ള ശിവപാർവതിമാരെ പ്രദക്ഷിണം വെച്ചു. ഈ ശിവനും പാർവതി തന്നെയാണ് ലോകം, അതുകൊണ്ട് തന്നെ ഇവരെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, ഈ അച്ഛനും അമ്മയും പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ട് ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ച ഫലം ആണ് കിട്ടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ആ പഴം അദ്ദേഹത്തിന് കൊടുത്ത കഥയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് പണ്ട് മുതലേ ആ ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്. മാത്രമല്ല പാപപരിഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണം. പാപങ്ങൾ പരിഹരിക്കാനായിട്ട് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് പണ്ട് മുതലേ നടപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ പ്രദക്ഷിണത്തിൽ ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ അനുഗ്രഹം കിട്ടുന്നതിനും ആ ദേവനോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ പാപങ്ങൾ പരിഹരിക്കുന്നതിനും ഈ പ്രദക്ഷിണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ നിയമം, ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ എണ്ണ നിറച്ച ഒരു കുടം തലയിൽ വെച്ച് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ പ്രദക്ഷിണം വെക്കണം എന്നാണ് നിയമം. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ തന്നെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അവരുടെ തലയിൽ എണ്ണ നിറച്ചിട്ടുള്ള ഒരു കുടം കൂടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ നടക്കുക? വളരെ അടിവെച്ച് വളരെ ശ്രദ്ധയോട് കൂട്ടിയിട്ടേ അവർക്ക് നടക്കാൻ പറ്റൂ. കാരണം എണ്ണ താഴെ പോയാൽ വഴിക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പ്രദക്ഷിണം വെക്കണമെന്നാണ് നിയമം, കൈ കൂപ്പിക്കൊണ്ട്. പക്ഷേ ഈ നിയമം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു നിയമമാണ്. കാരണം മഹാക്ഷേത്രങ്ങളിലും തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലൊന്നും നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. തീരെ തിരക്കില്ലാത്ത നാട്ടിൻപുറത്ത് വളരെ ചെറിയ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം, വളരെ പതുക്കെ പ്രദക്ഷിണം വയ്ക്കാം. പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ അമ്പലം നമ്മൾ ആലോചിച്ച് നോക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊന്നും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. ശബരിമല പോയാലോ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെ മൂകാംബിക അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ പ്രദക്ഷിണം വയ്ക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. മാത്രമല്ല അത്തരം ക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പനെ പൂർണ്ണമായും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. പ്രദക്ഷിണം വെച്ച് വടക്ക് ഭാഗത്ത് കൂടെ പുറത്തു പോകാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അങ്ങനെ തന്നെയാണ്, പൂർണ്ണമായ പ്രദക്ഷിണം ഇല്ല. ഒരു ഭാഗത്ത് കൂടെ മുന്നിലൂടെ കയറി പ്രദക്ഷിണം വെച്ച് വടക്ക് ഭാഗത്ത് കൂടെ പുറത്തേക്ക് പോകുന്ന രീതിയാണ് ഒരുവിധം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുക. കാരണം അത് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു നിയന്ത്രണമാണ്. അതേസമയത്ത് ചെറുകിട ക്ഷേത്രങ്ങളിൽ, നമ്മുടെ നാട്ടിൻപുറത്തേക്കുള്ള ചെറിയ അമ്പലത്തിൽ പോയാൽ നമുക്ക് ഇതുപോലെ പൂർണ്ണമായ പ്രദക്ഷിണം വയ്ക്കാം, എത്ര വേണമെങ്കിലും പ്രദക്ഷിണം വയ്ക്കാം. പക്ഷേ മഹാക്ഷേത്രങ്ങളിൽ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഈ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ ഈ പറയുന്ന നിയമം അനുസരിച്ച് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല. പരമാവധി വേഗത കുറച്ച് പരമാവധി പതുക്കെ മനസ്സിൽ ആ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി പതുക്കെ നടന്ന് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ള രീതിയാണ് വേണ്ടത്. പിന്നെ ആ ക്ഷേത്രത്തിലെ തിരക്കനുസരിച്ച്, മാത്രമല്ല ഇപ്പോൾ കാവൽക്കാരൊക്കെ ഉള്ള അമ്പലത്തിലാകുമ്പോൾ വേഗം എന്ന് നമ്മളോട് പറയും. സ്വാഭാവികമാണ്, തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ
ആ ക്ഷേത്രത്തിലെ തിരക്കിൻ്റെ സ്ഥിതി അനുസരിച്ച് സാവധാനത്തിൽ പ്രദക്ഷിണം വയ്ക്കുക എന്നല്ലേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ നിയമങ്ങൾ മുഴുവനായിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ ക്ഷേത്രത്തിലും എത്ര പ്രദക്ഷിണം വെക്കണം എന്നുള്ളതിന് കണക്കൊക്കെ ഉണ്ട്. ഓരോ ക്ഷേത്രത്തിലും ദേവന്മാർക്കും ദേവിമാർക്കും ഇന്ന പ്രദക്ഷിണം വെക്കണമെന്ന് കണക്കൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരു ശീലം എന്ന് പറയുന്നത്, പൊതുവായിട്ട് ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ 3 പ്രദക്ഷിണം ഇത് പൊതുവാണ്. ഏത് ദേവനും ഏത് ദേവിക്കും 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക. ഇപ്പോൾ ദേവിക്ക് 3, കൃഷ്ണന് 4, അതുപോലെ തന്നെ അങ്ങനെ നവഗ്രഹങ്ങൾക്ക് 9, ഗണപതിക്ക് 1, അങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 3 പ്രദക്ഷിണം എന്നത് പൊതുവായൊരു സംഖ്യയാണ്. എല്ലാ ദേവീദേവന്മാർക്കും, ഏത് ദേവീദേവന്മാർക്കാണെങ്കിലും ശരി, ഗുരുക്കന്മാർക്കാണെങ്കിലും ശരി, മാതാപിതാക്കളെ ആണെങ്കിലും ശരി, 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് പൊതുവായി നമുക്ക് നടപ്പാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ നിയമങ്ങൾ മുഴുവൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പലർക്കുള്ളൊരു സംശയം ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോൾ ഉണ്ടാകും, ഈ ദേവൻ എത്ര പ്രദക്ഷിണം വയ്ക്കണം, ആ ദേവൻ എത്ര പ്രദക്ഷിണം വയ്ക്കണം എന്നുള്ള എണ്ണത്തിനെ പറ്റിയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ തീരാനായിട്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് പൊതുവായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രദക്ഷിണം ആ ക്ഷേത്രത്തിലെ തിരക്കനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ തിരക്കനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രദക്ഷിണം വയ്ക്കുക. രണ്ടാമത് 3 പ്രദക്ഷിണം പൊതുവായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ മാത്രമല്ല, സാധാരണ ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണം എന്ന് പറയുന്നത് പൂർണ്ണമായ പ്രദക്ഷിണം നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ആകാം. ശിവക്ഷേത്രത്തിൽ മാത്രം പ്രദക്ഷിണത്തിന് വ്യത്യാസമുണ്ട്. ആ ഒരു കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. നമസ്കാരം.